പൗലോസിന്റെ 4 കാരാഗ്രഹ ലേഖനങ്ങളും കൂടി ഒരുമിച്ച് ചിന്തിച്ചാൽ അവയിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അഥവാ സഭയുടെ എല്ലാ വശങ്ങളെയും കുറിച്ച് പരിഗണിച്ചിരിക്കുന്നതായി കാണാവുന്നതത്രേ. കൊലോസി ലേഖനത്തിൽ ശരീരത്തിന്റെ തലയായ ക്രിസ്തുവിങ്കിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നത്. സഭയാകുന്ന ശരീരത്തിന് 2ാം സ്ഥാനമാണുള്ളത്. ക്രിസ്തുവാണ് പ്രധാനപ്പെട്ട വിഷയം. ക്രിസ്തീയ ജീവിതം അവനെ കേന്ദ്രീകരിച്ചാണിരിക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ, ശ്രദ്ധിച്ചാലും. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൌലോസും സഹോദരനായ തിമൊഥെയോസും കൊലോസിയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലൻ എന്ന് പൌലോസ് തന്നെ സംബോധന ചെയ്തിരിക്കുന്നു. ദൈവഹിതത്താലാണ് അപ്രകാരമായിരിക്കുന്നത്. ഇത് പൌലോസ് എല്ലായ്പ്പോഴും പറഞ്ഞിരുന്നു. പൌലോസ് ഒരു അപ്പോസ്തലനായിരുന്നപ്പോഴും ദൈവഹിതത്തിൽ തന്നെയായിരുന്നു. ദൈവം ആകുന്നു അവനെ ഒരു അപ്പോസ്തലനാക്കിയത്. താങ്കൾ ഇന്ന് ദൈവേഷ്ടം അഥവാ ദൈവത്തിന്റെ ഹിതത്തിലാണോ ജീവിക്കുന്നത്? താങ്കൾ ക്രിസ്തുവിനെയാണോ സേവിക്കുന്നത്? താങ്കൾ ആയിരിക്കേണ്ട സ്ഥാനത്താണ് ആയിരിക്കുന്നത് എന്ന ഉറപ്പ് താങ്കൾക്കുണ്ടോ? ശരിയായ സ്ഥാനത്ത് ശരിയായ ജോലിയിലാണ് താങ്കൾ എന്ന ഉറപ്പ് അതുണ്ടോ? ഓരോ വിശ്വാസിയും വിശ്വാസികളുടെ സമൂഹത്തിൽ പ്രവർത്തന നിരതരായിരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കണം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നെല്ലാവരും ധൃതിയിലാണ്. തങ്ങൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് ധൃതി. അവർ അത് ചെയ്യണമെന്നല്ല ദൈവഹിതം. അതെ, പലപ്പോഴും നാം മറ്റുള്ളവരെ അനുകരിക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ നമ്മുടെ വരങ്ങൾ വ്യത്യസ്തമാണെന്നും നാം ഓരോരുത്തരും ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് പ്രവർത്തിക്കേണ്ടവരാകുന്നു എന്നും പ്രത്യേകം ഓർക്കണം. വ്യത്യസ്തമായ രീതിയിലാണ് നാം ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത്. നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വലിയ സത്യമാണിത്. എന്നാൽ നാം പ്രവർത്തിക്കേണ്ടതാണ്. ദൈവം പൌലോസിനെ ഒരു അപ്പോസ്തലനാക്കി. താങ്കൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവമാണോ താങ്കളെ ആക്കി വെച്ചിരിക്കുന്നത്? ദൈവേഷ്ടപ്രകാരമാണോ താങ്കൾ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു വലിയ സംതൃപ്തി ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കും എന്നോർക്കണം. എത്ര പ്രതികൂലം നിറഞ്ഞ സാഹചര്യത്തിൽ പോലും ഒരു ദൈവ പൈതലിന് സന്തോഷിക്കുവാൻ സാധിക്കുന്നത് താൻ ദൈവഹിതത്തിൽ തന്നെ ആകുന്നു എന്ന ഉറപ്പാണ്. സ്വന്തം യോഗ്യതയാലല്ല, ദൈവത്തിന്റെ പരമാധികാര ഹിതത്താൽ. സ്വന്തം ഇഷ്ടത്താൽ പൌലോസ് വേറെ മാർഗത്തിലാണ് സഞ്ചരിച്ചിരുന്നത്. അവൻ അപ്പോസ്തലനായത് തികച്ചും ദൈവേഷ്ടത്താലാണ്. പ്രിയ സുഹൃത്തെ, ദൈവേഷ്ടത്താൽ താങ്കൾ ആരായിരിക്കുന്നു, എവിടെയായിരിക്കുന്നു എന്നത് സുപ്രധാന കാര്യമാണ്. തന്റെ വിളിയെക്കുറിച്ച് പൌലോസിന് നിശ്ചയമുണ്ടായിരുന്നു. താങ്കൾക്കോ? വിജയൻ ദൈവേഷ്ടത്താൽ ഒരു ബിസിനസ് ചെയ്യുന്നു. ജോസ് ദൈവേഷ്ടത്താൽ വിദേശത്തായിരിക്കുന്നു. ശോശ ദൈവേഷ്ടത്താൽ ഒരു ഗ്രഹനായികയാകുന്നു. തങ്കപ്പൻ ദൈവേഷ്ടത്താൽ സുവിശേഷ വേലയിലായിരിക്കുന്നു. എന്നിങ്ങനെ താങ്കൾക്ക് പ്രാഗൽഭ്യത്തോടെ താങ്കളുടെ കാര്യം പറയുവാൻ സാധിക്കുമോ? നാം ദൈവേഷ്ടത്തിന് പൂർണ്ണമായും വിധേയപ്പെടുന്നതുവരെ അവന് നമ്മെ ശരിയായി ഉപയോഗിക്കുവാൻ സാധ്യമല്ല. പൌലോസിന്റെ എളിമ ഇവിടെ പ്രകടമാകുന്നു. അതേസമയം തന്നെ പൌലോസ് തന്റെ ഈ ലേഖനം കൊലോസ്യ വിശ്വാസികളെ എഴുതി അറിയിക്കുമ്പോൾ വേദവിപരീതത്തിനെതിരായി സത്യക്രിസ്ത്യാനിത്വത്തിന്റെ മുഖ്യ വക്താവ് എന്ന നിലയിൽ തനിക്കുള്ള സ്ഥാനവും അവകാശവും ഇവിടെ ഉറപ്പിച്ചു പറയുന്നു. മനുഷ്യനായ പൌലോസിന്റെയല്ല, അപ്പോസ്തലനായ പൌലോസിന്റെ വാക്കുകളാണിവ എന്ന് അവർ അറിയണമെന്ന് താൻ ആഗ്രഹിച്ചു. ആദിമസഭയിലെ ഒരു പ്രേഷിത പ്രവർത്തകന്റെ വാക്കുകളല്ല, ക്രിസ്തു ദൈവികമായി നിയമിച്ച വക്താവിന്റെ ആധികാരിക വചനങ്ങളായി, അതായത് ദൈവവചനമായി അവർ അത് മനസ്സിലാക്കണം എന്നാണ് അവൻ പറയുന്നത്. 2 കൂട്ടം ആളുകളെക്കുറിച്ചല്ല പൌലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. വിശുദ്ധന്മാരും വിശ്വസ്ത സഹോദരന്മാരും ഒന്നു തന്നെയാണ്. വിശുദ്ധ സഹോദരന്മാർ വിശ്വാസികളായ സഹോദരന്മാരുമാണ്. അവർ വിശുദ്ധന്മാരത്രേ.
നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് വിശുദ്ധന്മാരായിരിക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ പദവി മുഖാന്തരമായിട്ടാണ് നാം വിശുദ്ധന്മാരായി തീർന്നിരിക്കുന്നത്. വിശുദ്ധന്മാർ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന് ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെടുക എന്ന അർത്ഥമാണുള്ളത്. ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവരും വിശ്വാസികളായ സഹോദരന്മാരും ഒരു കൂട്ടർ തന്നെയാകുന്നു എന്ന് മറക്കരുത്. പഴയ നിയമത്തിൽ മഹാപുരോഹിതന്മാരുടെ പട്ടത്തിന്മേൽ വിശുദ്ധം എന്നെഴുതിയിരുന്നു. അവനെ കർത്താവിനായി വേർതിരിച്ചു എന്നാണ് അർത്ഥം. ശബത്ത് വിശുദ്ധമാണെന്ന് പറഞ്ഞാൽ ദൈവിക കൽപ്പന അനുസരിക്കുവാനും ആരാധിക്കുവാനുമായി ആഴ്ചയിലെ മറ്റു ദിവസങ്ങളിൽ നിന്ന് അതിനെ വേർതിരിച്ചു എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് അത് വിശുദ്ധമാകുന്നു എന്ന് പറഞ്ഞത്. അവരിൽ വിശുദ്ധി കണ്ടതുകൊണ്ട് അവരെ വിശുദ്ധന്മാർ എന്ന് വിളിച്ചതല്ല, പിന്നെയോ ദൈവം അവരെ വിളിച്ചതുകൊണ്ട് അവർ വിശുദ്ധന്മാരായതാണ്. ആരെയെങ്കിലും ഒരു സഭാ മേലധ്യക്ഷൻ വിശുദ്ധന്മാരാക്കുകയല്ല, മരിച്ചു വളരെ നാൾ കഴിഞ്ഞ് വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കുകയുമല്ല. ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ തന്നെ നാം വിശുദ്ധന്മാരാകുകയാണ്. ചുരുക്കത്തിൽ, വിശുദ്ധനല്ലാത്ത ഒരുവൻ ഒരു ക്രിസ്ത്യാനിയല്ല. അവർ ക്രിസ്തുവിലുള്ളവരെങ്കിലും കൊലോസിയിലാണ് പാർക്കുന്നത്. നിങ്ങൾ എവിടെയായിരിക്കുന്നു എന്നുള്ളതല്ല ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, പിന്നെയോ നിങ്ങൾ ആരിലാകുന്നു എന്നതാണ്. നമുക്കിവിടെ ഒരു മേൽവിലാസം ഉണ്ടായിരിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ മുകളിലും നമുക്കൊരു മേൽവിലാസം ഉണ്ടായിരിക്കണം, ക്രിസ്തുവിൽ. വിശുദ്ധന്മാർ എന്ന് മാത്രമല്ല അവരെ വിളിക്കുന്നത്, വിശ്വസ്ത സഹോദരന്മാർ എന്നും കൂടി വിളിക്കുന്നു. വിശുദ്ധന്മാർ എന്നത് ദൈവത്തോടുള്ള ഐക്യതയും വിശ്വസ്ത സഹോദരന്മാർ എന്നത് വിശ്വാസികൾ തമ്മിലുള്ള ഐക്യത്തെയും കാണിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട പദവിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ സമാധാനം നമുക്ക് അനുഭവിക്കണമെങ്കിൽ നാം ദൈവത്തിന്റെ കൃപ അറിയേണ്ടതാണ്. സഭയിൽ ആദ്യമായി കടന്നുകൂടിയ ദുരുപദേശമാകുന്ന ജ്ഞാനവാദത്തെ എതിർത്തുകൊണ്ടാണ് പൌലോസ് എഴുതുന്നത് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതത്രേ. ജ്ഞാനവാദികളിലെ എസിൻസ് എന്ന കൂട്ടരായിരുന്നു കൊലോസിയിൽ ഉണ്ടായിരുന്നത്. ദൈവം മനുഷ്യനിൽ നിന്ന് വളരെ അകന്നാണ് വസിക്കുന്നത് എന്നത്രേ അവർ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നത്. നമ്മുടെ ചുറ്റും കാണുന്ന മതസമ്പ്രദായങ്ങൾക്കൊക്കെ ഏതോ അപ്രാപ്യ സ്ഥാനത്തെത്തിച്ചേരാനുള്ള മാർഗം ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിങ്കൽ എത്തുന്നതിന് മുൻപുള്ള ചില മാർഗങ്ങൾ കൃപയും സമാധാനവും പിതാവായ ദൈവത്തിങ്കൽ നിന്ന് വരുന്നു എന്ന് പൌലോസ് വ്യക്തമാക്കിയിരിക്കുന്നു. ക്രിസ്തുവിൽ കൂടി നമുക്ക് നേരിട്ട് പിതാവായ ദൈവത്തിങ്കിലേക്ക് കടന്നു ചെല്ലാവുന്നതത്രേ. ഇനിയും 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളൊന്ന് നോക്കിക്കാട്ടെ. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവസാന ഭാഗത്ത്, അതായത് 5-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് നേരിട്ട് ദൈവത്തിങ്കിലേക്ക് കടന്നു ചെല്ലാവുന്നതാണ്. യാതൊരു വിധമായ മധ്യസ്ഥരുടെയും ആവശ്യമില്ല. ക്രിസ്തു യേശുവിലായിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും പിതാവായ ദൈവത്തിങ്കിലേക്കും പ്രവേശനമുണ്ട്. വിശ്വാസത്താലുള്ള നീതീകരണം കൊണ്ട് ലഭ്യമാകുന്ന ഒരു പ്രയോജനമാണ് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി പിതാവിങ്കിലേക്കുള്ള പ്രവേശനം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കയിൽ എപ്പോഴും എന്ന് പൌലോസ് ഇവിടെ പറയുമ്പോൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞവരുടെ ഒരു പട്ടിക അവൻ തയ്യാറാക്കുന്നത് നല്ലതാണ്. അതിനോടുകൂടെ കൊലോസിയിലെ വിശ്വാസികളെയും നമുക്ക് ചേർക്കാവുന്നതത്രേ. പൌലോസ് അപ്പോസ്തലൻ എല്ലായ്പ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. തന്റെ പ്രാർത്ഥനാ ലിസ്റ്റിൽ അവരും ഉൾപ്പെട്ടിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? മറ്റുള്ളവർ കർത്താവിന്റെ ഭാഗത്തേക്ക് കടന്നു വരുന്നതിനും വിശ്വാസത്തിൽ അവർ സ്ഥിരപ്പെടേണ്ടതിനും താങ്കൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ടോ? പൗലോസ് അപ്പോസ്തലൻ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നതിൽ തൽപരനായിരുന്നു എന്ന് തന്റെ ലേഖനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രാർത്ഥന ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതത്ര. മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ നമുക്ക് സമയം ചെലവഴിക്കാം. 3-4 വാക്യങ്ങളിൽ നാം കണ്ടത്
സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കയിൽ എന്നത്രേ. 3-4 വാക്യങ്ങളിൽ 3 കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവ വിശ്വാസം, സ്നേഹം, പ്രത്യാശ എന്നിവയാണ്. വിശ്വാസം ഭൂതകാലത്തെയും സ്നേഹം വർത്തമാനകാലത്തെയും പ്രത്യാശ ഭാവി കാലത്തെയും കുറിക്കുന്നതാണ്. കൊലോസിയിലെ വിശ്വാസികളുടെ നല്ല വശങ്ങളെക്കുറിച്ച് പറയുവാൻ പൗലോസ് ഒരുമ്പെടുകയാണ് ചെയ്യുന്നത്. അവർക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. വിശ്വാസം ചരിത്ര വസ്തുതകളിന്മേലാണ് നിലകൊള്ളുന്നത്. അത് ഭൂതകാലത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അവർ മുമ്പ് കേട്ടതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ ഇവിടെ സുവിശേഷം അതിന്റെ സാരാംശത്തെയും സൂചിപ്പിച്ചിരിക്കുന്നു, ഇല്ലേ? അതായത് ദൈവകൃപയുടെ സുവിശേഷത്തെ സംബന്ധിക്കുന്ന വലിയ സത്യങ്ങളെക്കുറിച്ചും സൂചിപ്പിച്ചിട്ടുണ്ട്. നാം അവനിൽ വിശ്വസിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും വിശ്വസിക്കുന്നതിനായി പ്രേരണ ലഭിക്കാത്തിടത്തോളം കാലം വാസ്തവത്തിൽ താങ്കൾ സുവിശേഷം കേട്ടിട്ടില്ല. നമുക്ക് പ്രവർത്തിക്കുവാനുള്ള എന്തെങ്കിലുമല്ല സുവിശേഷം. പിന്നെയോ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു എനിക്കും താങ്കൾക്കും വേണ്ടി എന്താണ് ചെയ്തത് എന്നത്ര സുവിശേഷം നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്ന് റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നു. 10-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. അന്ധകാരത്തിലേക്കുള്ള ഒരു കുതിച്ചുചാട്ടമല്ല വിശ്വാസം എന്നുള്ളത്. അത് ചരിത്ര വസ്തുതകളിന്മേൽ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ദൈവത്തെ വിശ്വസിക്കത്രേ അതിൽ കൂടി ഒരാൾ ചെയ്യുന്നത്. സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട്. വിശ്വാസം ഭൂതകാലത്തെ ആശ്രയിച്ചാണ്, എന്നാൽ സ്നേഹം വർത്തമാനകാലത്തേക്കുള്ളതാണ്. മറ്റ് വിശ്വാസികളെ വിമർശിക്കുന്നതിനും അവരിൽ കുറ്റം കണ്ടുപിടിക്കുന്നതിനും തങ്ങളുടെ അധിക സമയവും ചെലവഴിക്കുന്ന വിശ്വാസികളുണ്ട്. അതിവിശുദ്ധ വിശ്വാസത്തിനായി തങ്ങൾ നിലകൊള്ളുന്നു എന്നാണ് അവരുടെ വാദം. അത് ശരിയായ സംഗതിയല്ല. തങ്ങളെപ്പോലെ പ്രവർത്തിപ്പാൻ തയ്യാറാകാത്തതിനാൽ മറ്റുള്ളവരെ നിന്ദിപ്പാൻ ശ്രമിക്കുന്നവരുമുണ്ട്. അങ്ങനെയുള്ള സമീപനമല്ല സുഹൃത്തെ ആവശ്യമായിരിക്കുന്നത്. വിശ്വാസികൾ തമ്മിൽ സ്നേഹമുള്ളവരോ എന്ന് കാണുവാനാണ് ലോകം നോക്കിപ്പാർക്കുന്നത്. ഒരു വ്യക്തി താൻ വിശ്വാസി എന്ന് പറഞ്ഞിട്ട് സഹോദരനോട് സ്നേഹം കാണിക്കാതിരുന്നാൽ അത് കപടഭക്തിയാണ്. നമുക്ക് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായെന്ന് വരാം. അങ്ങനെയുള്ളപ്പോൾ നാം അത് സ്വീകരിപ്പാൻ തയ്യാറാവുകയും അവരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ തയ്യാറാകേണ്ടതാണ്. ഒരു വിശ്വാസി കൃപയാൽ രക്ഷിക്കപ്പെട്ട പാപിയാണെന്ന വസ്തുത നാം ഓർത്തിരിക്കേണ്ടതാണ്. ഈ ജീവിതത്തിൽ നമ്മിൽ ആരും തന്നെ പൂർണ്ണരായിരിക്കയില്ല. നമ്മിൽ പലരും മറ്റുള്ളവരെ വിമർശിക്കാറുണ്ട്. അവരുടെ പ്രവർത്തനത്തോട് നാം യോജിക്കുകയില്ലെങ്കിലും അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതത്രേ. കൊലോസിയിലെ ഈ വിശ്വാസികൾക്ക് ചില നല്ല വശങ്ങളുണ്ടായിരുന്നു. ദൈവവിശ്വാസത്തിൽ അവർ ഉറച്ചവരായിരുന്നു. സഹോദരന്മാർക്ക് തമ്മിൽ സ്നേഹമുണ്ടായിരുന്നു. അവർക്ക് ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശയും ഉണ്ടായിരുന്നതായി പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനത്തിലും പൗലോസ് അപ്പോസ്തലൻ ഈ 3 ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ അല്പം വ്യത്യസ്തമായ രീതിയിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ എന്ന്. ഈ പട്ടികയിൽ പ്രത്യാശയ്ക്ക് 2-ാം സ്ഥാനവും സ്നേഹത്തിന് 3-ാം സ്ഥാനവുമാണ് നൽകിയിരിക്കുന്നത്. അതിന് കാരണം സ്നേഹം മാത്രമേ നിലനിൽക്കുവാൻ പോകുന്നുള്ളൂ എന്നതാണ്. സ്നേഹം വർത്തമാനകാലത്തേക്കുള്ളതാണ്, അത് ശരിയാണ്. എന്നാൽ നിത്യതയോളം സ്നേഹം നിലനിൽക്കുന്നതുമാകുന്നു എന്നതത്രേ വാസ്തവമായ കാര്യം. അതിനാൽ ഇവിടെ ഭൂമിയിൽ തന്നെ നാം സ്നേഹം പ്രകടമാക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമത്രേ. സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. ഈ പ്രത്യാശ അനുഗ്രഹീതമായ പ്രത്യാശയാണ്. ക്രിസ്തുവിന്റെ വരവിനു വേണ്ടി നാം നോക്കിപ്പാർക്കുകയും അവന്റെ പ്രത്യക്ഷതയ്ക്കു വേണ്ടി നാം കാത്തിരിക്കുകയും ചെയ്യേണ്ടതാണ്. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത് എന്ന് നാം മറക്കരുത്. ക്രിസ്തുവിന്റെ വരവിനു വേണ്ടി നാം നോക്കിപ്പാർത്തിരിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പ്രത്യാശ ഒരു നിക്ഷേപമാണ്. ഇത് മരണമല്ല, കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയാണ്. അവർ ഇപ്പോൾ ആശ്രയിക്കുന്ന തത്വജ്ഞാനത്തിൽ ഈ പ്രത്യാശയില്ല എന്ന് പൗലോസ് കൊലോസിയിലെ വിശ്വാസികളോട് പറയുന്നു. പ്രത്യാശ സുവിശേഷത്തിന്റെ ഒരു ഭാഗമാണ്. പ്രത്യാശയുടെ പുതുക്കം വിശ്വാസത്തെയും സ്നേഹത്തെയും ഉത്തേജിപ്പിക്കുന്നു. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾക്ക് മുമ്പ് കേട്ടതായി ലളിതമായ വിശ്വാസം അർപ്പിപ്പാനായി ദൈവം താങ്കളെ ആഹ്വാനം ചെയ്യുന്നു. ലളിതമായ ദൂതാണ് സുവിശേഷം. ചില പ്രത്യേക വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ താങ്കൾ വിശ്വസിക്കണമെന്നാണ് പറയുന്നത്. യേശുക്രിസ്തു കന്യകയിൽ നിന്ന് ജനിച്ചവനാണ്.
അവൻ അതിശയങ്ങൾ പ്രവർത്തിച്ചു. അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു. അവൻ ക്രൂശിൽ മരിക്കുകയും അടക്കപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറിപ്പോയി. സഭയുടെ സ്ഥാപനത്തിനായി പെന്തക്കോസ്ത് ദിവസം അവൻ പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് അയച്ചു. ഇന്ന് അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. നമ്മുടെ വീണ്ടെടുപ്പ് പൂർണ്ണമായി എന്നാണ് അവന്റെ സ്ഥാനം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്. അവന്റെ അടുക്കലേക്ക് കടന്നു വരുന്നവർക്ക് അവൻ വാഗ്ദാനം ചെയ്യുന്ന ആ വിശ്രമത്തിലേക്ക് പ്രവേശിപ്പാനായി അവൻ നമ്മെ ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ശുശ്രൂഷ അവൻ നിർവഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവസാനമായി അവൻ ഈ ഭൂമിയിലേക്ക് വീണ്ടും വരുവാൻ പോകുന്നു. ഇവയെല്ലാം മഹത്വകരമായ സുവിശേഷ സത്യങ്ങളുടെ ഭാഗമാണ്. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന സുവിശേഷത്തിന്റെ സത്യം ഇതാണ്. 6-ാം വാക്യം കൂടി നമുക്ക് നോക്കാം. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. സർവ്വലോകത്തിലും സുവിശേഷം കടന്നു ചെന്നതുപോലെ അത് കൊലോസിയയിലും എത്തി എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. പൗലോസ് ഈ ലേഖനം എഴുതുന്ന സമയത്ത് സുവിശേഷം സകല ലോകത്തിലും കടന്നു ചെന്നിരുന്നുവോ? ഇത് വിശ്വസിപ്പാൻ പ്രയാസമുള്ള ഒരു പ്രസ്താവനയാണ്. എന്നാൽ അങ്ങനെയാണ് പൗലോസ് പറയുന്നത്. പൗലോസ് ഇതായിരിക്കണം അർത്ഥമാക്കിയത്. 3 വർഷക്കാലം പൗലോസ് അപ്പോസ്തലൻ എഫെസോസിൽ പാർത്തുകൊണ്ട് റോമാ സാമ്രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകളോടും സുവിശേഷം അറിയിച്ചു. അതിന്റെ ഫലമായി പൗലോസ് തടവുകാരനായി റോമിലേക്ക് ചെല്ലുന്നതിന് വളരെ മുമ്പ് തന്നെ സുവിശേഷം റോമയിലെത്തിയിരുന്നു. ലോകം എന്നതിന് കോസ്മോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അക്കാലത്തെ റോമാ സാമ്രാജ്യം എന്ന അർത്ഥമാണ് ഇവിടെയുള്ളത്. സുവിശേഷം അപ്പോൾ റോമാ സാമ്രാജ്യത്തിന്റെ ദൂരസ്ഥലങ്ങളിലേക്ക് കടന്നു ചെന്നിരുന്നു. റോമൻ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സുവിശേഷം എത്തിയിരുന്നു. ആദ്യകാല സുവിശേഷകർ പ്രവർത്തന നിരതരായിരുന്നു. റോമാ സാമ്രാജ്യമാകുന്ന ലോകത്തിന്റെ എല്ലാ ഭാഗത്തും സുവിശേഷം എത്തി എന്നാണ് പൗലോസ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഫലം കായ്ച്ചും, എവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുവോ അവിടെയൊക്കെയും അത് ഫലമുളവാക്കുമെന്നാണ് പൗലോസ് പറയുന്നത്. അതാണ് സത്യം. ദൈവം തന്റെ വചനം അനുഗ്രഹകാരണമാക്കി തീർക്കുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു എന്ന് പറയുമ്പോൾ രസകരമായ 2 കാര്യങ്ങൾ ഇവിടെ നാം കാണുന്നു. ആദ്യത്തേത് ആന്തരികമായ ഫലദായകത്തെയും ഒടുവിലത്തേത് ബാഹ്യമായ വളർച്ചയെയും കാണിക്കുന്നു. ഫലം പുറപ്പെടുവിക്കുന്നതോടൊപ്പം വളർന്നുകൊണ്ടിരിക്കുന്ന വൃക്ഷം പോലെ അത്രേ സുവിശേഷം. സുവിശേഷം ഏത് പരീക്ഷണത്തെയും ചെറുത്തു നിൽക്കാൻ കെൽപ്പുള്ളതാണ്. ക്രിസ്തുമാർഗം കടന്നു ചെന്ന രാജ്യങ്ങളിൽ അത് വരുത്തിയ പരിവർത്തനം അത്ഭുതകരമാണ്. പുരാതന ലോകത്തിലെ 3 പ്രധാന ദോഷങ്ങളായിരുന്നു അടിമക്കച്ചവടം, യുദ്ധം, സ്ത്രീകളുടെ തരം താഴ്ത്തൽ. ഇവയ്ക്കെല്ലാം മാറ്റം സംഭവിച്ചു. ഒന്ന് നിർത്തലാക്കപ്പെട്ടു, മറ്റവ അക്രൈസ്തവമായി അംഗീകരിക്കപ്പെട്ടു. ഈ മാറ്റത്തിന് പ്രധാന കാരണം സുവിശേഷമാണ്. സുവിശേഷം എവിടെല്ലാം പ്രസംഗിച്ചിട്ടുണ്ടോ അവിടെല്ലാം അത് ഫലമുളവാക്കിയിട്ടുണ്ട്. പൗലോസ് അങ്ങനെ പറയുന്നത് സത്യമായ കാര്യം തന്നെയാണ്. ഞാൻ എന്റെ അവിശ്വാസത്തെക്കുറിച്ച് പറയുവാൻ ലജ്ജിക്കുന്നു എങ്കിലും ദൈവനാമ മഹത്വത്തിനായി അത് പറയാം. ഈ പഠന പരിപാടി ആരംഭിച്ചപ്പോൾ ഞാൻ വളരെയേറെ അവിശ്വസിച്ചു. അധികം നാൾ ഇത് തുടരാമെന്ന് ഞാൻ ചിന്തിച്ചില്ല. ദൈവം തന്റെ വചനത്തെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അതിശയവും അതുതന്നെയായി. തന്റെ വചനത്തെ അനുഗ്രഹിക്കാമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. നമുക്കവനെ വിശ്വസിക്കാം. ഈ ശുശ്രൂഷയിലൂടെ കർത്താവിനെ കണ്ടെത്തിയവരും ആത്മീയ വളർച്ച പ്രാപിക്കുന്നവരും എനിക്ക് എഴുതുമ്പോഴും എന്നെ കാണുവാൻ വരുമ്പോഴും ഞാൻ സന്തോഷം കൊണ്ട് നിറയാറുണ്ട്. ചെറിയ ആരംഭങ്ങളെ മാനിക്കുന്ന ദൈവം തന്റെ വചനത്തെ അനുഗ്രഹിക്കുന്നു. ഇല്ലേ? ഞാൻ അങ്ങനെ വിശ്വസിക്കുക മാത്രമല്ല, അത് ഞാൻ അറിയുകയും ചെയ്യുന്നു. അതേക്കുറിച്ച് ആരോടും തർക്കിക്കേണ്ട കാര്യം പോലുമില്ല. ചിലർ വന്ന് പറയാറുണ്ട്, ബൈബിൾ ദൈവവചനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പോലും. താങ്കൾ വിശ്വസിക്കുന്നില്ലേ? അങ്ങനെ ഞാൻ തിരിച്ചു ചോദിച്ചാൽ, നിങ്ങൾ എന്നെ വിശ്വസിപ്പിക്കുവാൻ പോകുകയാണോ എന്ന് എന്നോട് അവർ ചോദിക്കും. ഞാൻ പറയും, അതിന്റെ ആവശ്യമില്ല. കാരണം അത് ദൈവവചനമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുക മാത്രമല്ല, എനിക്കത് ഉറപ്പായി അറിയുകയും ചെയ്യാം. നമുക്കറിയുവാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതിനെ സംശയിപ്പിക്കുവാൻ അനുവദിക്കരുത്.
ഇത് നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സുവിശേഷം ഫലം പുറപ്പെടുവിക്കുമെന്ന് പൗലോസ് പറയും. നമുക്ക് ലഭിക്കുന്ന ഏറ്റവും മനോഹരമായ ഉറപ്പ് അതത്രേ. ഈ ഉറപ്പോടുകൂടെ മുൻപോട്ട് പോകുവാനാണ് ദൈവം നമ്മെ വിളിച്ചാക്കിയിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഈ ഉറപ്പുണ്ടോ? ദൈവം താങ്കളെ നടത്തുന്നു, ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്തതാകുന്നു എന്നുള്ള ഉറപ്പ്. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കും.